അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അവയർനെസ് വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാംസങ്ങിൻ്റെ ഫോണാണ്. സാംസങ് A54 5G എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഈ അടുത്ത് ഞാനൊരു അപ്ഡേഷൻ ചെയ്ത സമയത്ത്, ഇപ്പം സാംസങ്ങിന് സാധാരണ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു വര വീഴും. സാംസങ് മാത്രമല്ല, ഒരുമാതിരി എല്ലാ സ്മാർട്ട് ഫോണുകളും ഈ ഒരു പ്രശ്നം ഫസ്റ്റിലുണ്ട്. അപ്പം എന്തായാലും എനിക്ക് വന്നു, കൂടുതൽ സാംസങ്ങിനാണ് വരുന്നതാണ്. എന്നെ കാലത്തേക്ക് വരെ എനിക്കിത് വന്നു. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു പിങ്ക് ലൈൻ ആയിരുന്നു വന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ആ സമയത്ത് മലപ്പുറത്തായിരുന്നു. മലപ്പുറത്തൊരു ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ പോയിട്ട് ഇതെന്താ ചെയ്യേണ്ടത് എന്നുള്ള ഇതിൽ ചോദിച്ചപ്പോൾ, ഒന്നാമത് ഇത് നമ്മളിങ്ങനെ ഒരു പ്രശ്നമായിട്ട് ചെല്ലുന്ന സമയത്ത് അവർ ഓൾറെഡി ഇത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണ്. കാരണം അപ്ഡേഷന് ശേഷം വരെ വരുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഉപഭോക്താവ് വന്നിട്ട് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ ഞാൻ ചെന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ടും എന്നെ ഒരു ആദ്യം ഇങ്ങനെ ഒരു കേസ് പോലും അവർക്കറിയില്ല. ഈ വര വീണതായിട്ടാണ് ഞാൻ വന്നത്. ഉറപ്പില് വര വീണോ, അതൊരു പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലേക്ക് അവിടെ സംസാരിക്കും. ഇങ്ങനെ വര വീണതവർക്ക് അറിയാത്ത പോലുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് പുതിയ കാര്യമൊന്നുമില്ല, ഇപ്പൊ എല്ലാ ഫോണുകൾക്കും ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങളുടെ ഒരു സംസാരം കണ്ടു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത പോലെ എന്നുള്ള ആ രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചു. അന്നേരം ഞങ്ങൾക്കിപ്പോൾ അവിടുത്തെ ഞാൻ ചെന്ന ഓതറൈസ്ഡ് സർവീസ് സെന്ററിന്റെ മാനേജറിന്റെ കയ്യിരിക്കുന്ന ഫോണിൽ വരെ ഈ വരയുണ്ട്. ഓക്കെ, എന്നാൽ ഇവൻ എന്റെ ഫോൺ നോക്കിയിട്ട് പറഞ്ഞു, ഇതിന്റെ വാറണ്ടി കഴിഞ്ഞാണല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ ഫോണിന്റെ വാറണ്ടി എത്രത്തോളം എനിക്ക് ഓർമ്മയില്ല. കാരണം എന്റെ ഫോണിന് 5 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. വാറണ്ടി എത്രയാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. പിന്നീടാണ് ഞാൻ അന്വേഷിച്ചത് 2 വർഷം എന്തോ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ ഫോണിന്റെ വാറണ്ടി കഴിഞ്ഞു, കാരണം 2 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഫോണ്. അപ്പം പിന്നീട് അപ്പൊ ഞാൻ പറഞ്ഞു, വാറണ്ടി ഇതിനകത്ത് ബാധകമാകുന്ന കാര്യമില്ല. കാരണം അപ്ഡേഷന് ശേഷം വര വീഴുമെന്ന് പറഞ്ഞാൽ പിന്നെ വാറണ്ടി അതിനകത്ത് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. കാരണം അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. കാലക്രമേണ നമ്മൾ അപ്ഡേഷൻ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഗ്രാജുവലി ഇതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതില്ല. അപ്പൊ അപ്ഡേഷൻ എന്തായാലും നമ്മൾ ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വര വീഴുമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങോട്ടും കഴിച്ചിട്ട് ഇറക്കാനും പറ്റത്തില്ല, തിരിച്ച് തുപ്പാനും പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ലല്ലോ, അതൊരിക്കലും ഞാനത് ബോധപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, 1-2 പർട്ടിക്കുലർ മോഡലുകൾക്ക് മാത്രമേ ഇത് മാറിക്കൊടുക്കാൻ കമ്പനി പറഞ്ഞിട്ടുള്ളൂ. എന്തോ S23 സീരീസ് അങ്ങനെ എന്തോ ഒരു സീരീസിൽ, ആ സീരീസിൽ തന്നെ കുറച്ച് എന്തോ ഒരു ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്താ, ഞാൻ കാശ് കൊടുത്തപ്പോ ഞാൻ കസ്റ്റമർ അല്ലേ, ആ ഒരു ഇത്ര വില കൂടിയ ഫോൺ മുകളിലേക്ക് വാങ്ങിച്ചവർക്ക് മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മോഡലിൽ മാത്രമേ മാറിക്കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ എല്ലാ മോഡലിലും വരുന്ന കാര്യമാണ്. അപ്പൊ കസ്റ്റമറിന്റെ ഇടയിൽ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ലല്ലോ. ഒരു ലെവലിലേക്ക് വില കൂടിയ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറിന് ഒരു നീതിയും, അതിൽ താഴ്ന്ന വില കൂടിയ വാങ്ങിക്കുന്ന കസ്റ്റമറിന്റെ സെയിം കംപ്ലൈന്റ് വന്ന വേറൊരു നീതി, അത് ശരിയല്ലോ. അപ്പൊ ഞാൻ അത്യാവശ്യം അവിടെ കിടന്ന് അത്യാവശ്യം ചെറിയ രീതിയിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതെന്താണ് ഇതിന്റെ ചെയ്യേണ്ടതെങ്കിൽ ലീഗൽ സൈഡ് കൺസ്യൂമർ കോർട്ടിലൊക്കെ പോയി തിരക്കി. അപ്പൊ നമ്മള് എന്തോ ജാഗ്രി എന്നൊക്കെ പറഞ്ഞൊരു പോർട്ട്, ഒരു വെബ്സൈറ്റ് വഴി അങ്ങനെ കൺസ്യൂമർ കോർട്ട് വഴിയൊക്കെ നമുക്ക് മൂവ് ചെയ്യാം. പക്ഷെ അത് വർഷങ്ങളോളം നമ്മൾ നടക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഞാൻ ഈ സാംസങ്ങിന്റെ തന്നെ രീതിയിൽ ഞാൻ മെയിലൊക്കെ അയച്ച് നോക്കിയപ്പോഴൊക്കെ അവസ്ഥയൊക്കെ വളരെ ദയനീയമായിരുന്നു. എന്താ പറയണ്ട, അതിനൊന്നും ശരിക്കും പറയാൻ നമ്മൾ കമ്പനിയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് പോകാതിരിക്കുന്ന തന്നെയായിരിക്കും നല്ലത്. പിന്നെ ഇവരെ ബന്ധപ്പെടാൻ വേണ്ടി നമുക്കൊരു നമ്പറൊക്കെ അവർ തരും. ഒരു കാലത്ത് നമുക്ക് വിളിച്ചാൽ കിട്ടാത്തൊരു നമ്പറൊക്കെയാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിത് വേറെ എന്താണ് ഓപ്ഷൻ ഉള്ള രീതിയിൽ ഞാനിങ്ങനെ, അതായത് ഈ സംഭവം ഏകദേശം 1.5 മാസം ഞാൻ കൊണ്ടു നടക്കുന്നത്. ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ എൻ്റെ ചേട്ടനോടൊക്കെ സംസാരിച്ചത് എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വന്ന സമയത്ത് എനിക്ക് ഒരാളുടെ FB പോസ്റ്റ് ഞാൻ കണ്ടൊരു പുള്ളിക്കാരൻ, മനു എന്ന് പറഞ്ഞൊരു പുള്ളി, ആളിങ്ങനെ ഇത് ചെയ്തിട്ട് ഇങ്ങനെ വന്നു. പക്ഷെ ഈ കസ്റ്റമർ ഈ പറഞ്ഞ പോലെ ആളും ഇതേ ഓതറൈസ്ഡ് സർവീസ് സെന്റർ തന്നെയാണ് സമീപിച്ചത് വര വന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ വര വന്നത് കാരണം മരത്തരത്തിലാണെന്നൊക്കെ അങ്ങനെയൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞ പോലത്തെ കാരണങ്ങളൊക്കെ തന്നെ പറഞ്ഞ് അയാളെ ഒന്ന് ഒഴിവാക്കി വിട്ടു. അപ്പൊ അയാൾ ഇങ്ങനെ പോയിട്ട് ഒരു അഡ്വക്കേറ്റ് ത്രൂ, മാവേലിക്കര സ്വദേശിയായ അഡ്വക്കേറ്റ് അജ്മലിന്റെ ത്രൂ ഇങ്ങനെ കൺസ്യൂമർ കോർട്ടിൽ എടുത്ത് മൂവ് ചെയ്ത് ഒരു ലീഗൽ നോട്ടീസും കാര്യങ്ങളൊക്കെ അയച്ചു. അങ്ങനെ അയച്ചപ്പോഴത്തേക്ക് ഏകദേശം ഒരു മാസത്തോളം വേണ്ടി വന്നു. കമ്പനി അത് ഫ്രീ ആയി കൊടുത്തു എന്നുള്ള രീതിയിൽ ഈ ഒരു സംഭവം ഞാൻ കണ്ടു. അപ്പം കുഴപ്പം അങ്ങനത്താണ്. ഞാൻ ഈ മനുവിനെ കോൺടാക്ട് ചെയ്തിട്ട് അദ്ദേഹം ഏത് വക്കീലിനെയാണോ സമീപിച്ചത്, ഈ പറഞ്ഞ അജ്മലിനെ ആയിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അജ്മലിന്റെ പേഴ്സണൽ നമ്പർ ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ഞാൻ കോൺടാക്ട് ചെയ്തു, അഡ്വക്കേറ്റ് അജ്മലിനെ. അതുകൊണ്ട് അജ്മലിനെ കോൺടാക്ട് ചെയ്തപ്പോൾ കാര്യങ്ങൾ അദ്ദേഹം ഒരു ലീഗൽ സൈഡൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ച കാര്യം തന്നെയാണ്. കാരണം എന്റെ ഭാഗത്ത് കുഴപ്പം കൊണ്ടല്ലോ. ഭയങ്കര ചൂടാണ്, AC ആയിട്ടോ ഭയങ്കര ചൂടായിപ്പോയി. പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ മാവേലിക്കര സ്വദേശിയായ അഡ്വക്കേറ്റ് അജ്മലിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം എനിക്ക് കുറേ ലീഗൽ സൈഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എന്താണ് ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ വന്നു. കാരണം ഞാൻ ചിന്തിച്ച രീതി തന്നെയാണ് പുള്ളിയും പറഞ്ഞത്. കാരണം ആസ് എ കസ്റ്റമർ ഇതൊരിക്കലും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം
നമ്മുടെ ഭാഗത്ത് തറ വീണോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡാമേജിലൂടെ സംഭവിച്ച കാര്യമല്ലേ ഇത്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞു നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു ലീഗൽ നോട്ടീസ് അയക്കുക. ലീഗൽ നോട്ടീസ് അയക്കാൻ വേണ്ടി ഫോൺ നമ്മൾ ഒന്നാമത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ച ഫോൺ ആയിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഫോൺ വാങ്ങിച്ചപ്പോൾ ബോക്സ്, പിന്നെ അതേപോലെ നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇൻവോയ്സ്. ഞാൻ ഓൺലൈനിൽ എൻ്റെ ചേട്ടനാണ് എനിക്ക് ഫോൺ പർച്ചേസ് ചെയ്യുന്നത്, അപ്പോൾ ഓൺലൈനിലുള്ള ഇൻവോയ്സ് മതി. അപ്പോൾ അങ്ങനെ അത് പിന്നെ എന്തായിരുന്നു, പിന്നെ ID പ്രൂഫ്, നമ്മുടെ അഡ്രസ്സ്, കാര്യങ്ങൾ, ഇത്രയും മതി. ഓക്കെ. അങ്ങനെ ഫോണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ സാംസങ്ങിൻ്റെ ഹെഡ് ഓഫീസ്, അത് ഹരിയാനയിലെ മറ്റുമാണ്, അങ്ങനെ സാംസങ്ങിൻ്റെ ഹെഡ് ഓഫീസിലേക്ക്, അതുപോലെ തന്നെ ഞാൻ എവിടെയാണോ, ഞാൻ മലപ്പുറത്തായിരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കംപ്ലയിൻറ്റ് വന്നത്, ഈ മലപ്പുറത്ത് ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലേക്കും, അതായത് സാംസങ്ങിൻ്റെ ഹെഡ് ഓഫീസ് ഹരിയാനയിലേക്കും, അതുപോലെ തന്നെ ഞാൻ എവിടെയാണോ ഇതുകൊണ്ട് ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറയാൻ ശ്രമിച്ച ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ, അത് മലപ്പുറത്തെ സർവീസ് സെൻ്ററാണ്, അവിടത്തേക്കും അവരുടെ പേരിൽ ഒരു നോട്ടീസ് അയച്ചു. അപ്പോൾ അങ്ങനെ എന്താണ്, അങ്ങനെ നോട്ടീസ് അയച്ചപ്പോൾ ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ അവർ ഞങ്ങൾ ഉടനെ കോൺടാക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ശരിക്കായിരുന്നു മെയിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നമുക്ക് കുറച്ച് കാലതാമസം എടുക്കും, ഏകദേശം 1 മാസത്തോളം എടുക്കുമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇതിനകത്ത് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർ വിളിക്കും നമ്മളെ, ഏകദേശം നമ്മളിങ്ങനെ തുടർച്ചയായി, നമുക്ക് ആദ്യം ഒന്ന് മെയിൽ അയക്കുമ്പോൾ അവർ റിപ്ലൈ ഒന്നും തരില്ല. പിന്നീട് എന്താണ് ഈ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും ഇത് നമ്മൾ ലീഗലായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഹാർഡ് കോപ്പി ആയിട്ട് അയക്കും, അതേപോലെ ഡിജിറ്റലായിട്ടൊരു മെയിലാണ് ഇവർക്ക് അയക്കുന്നത്. അപ്പോൾ ഡിജിറ്റലായിട്ട് മെയിൽ അയക്കുന്നത് നമ്മൾ ഫോളോ അപ്പ്, വീണ്ടും നമ്മൾ റിപ്ലൈ എന്നില്ലാത്ത രീതിയിൽ അവർ റിപ്ലൈ ചെയ്തിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇവർ ഉടനെ കോൺടാക്ട് ചെയ്യും, ഞങ്ങളുടെ മാനേജ്മെൻറ്റ് നിങ്ങൾ ഉടനായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു അരകുഴമ്പൻ മറുപടിയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ തീരുമാനമായി, ഇതിലും വലിയ കാര്യമില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഏകദേശം ഒരു നെഗറ്റീവ് മൈൻഡിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഏത് സമയത്ത് ഒരു വിളി വരാം, നമ്മൾ ഈ ഏകദേശം ഒരു ടൈമായി വരുന്നുണ്ട് നമ്മുടെ കാര്യത്തിൽ, ഒരു ഏകദേശം ഒരു 3-4 വട്ടമൊക്കെ നമ്മൾ ഇങ്ങനെ റിപ്ലൈ അയച്ചൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഇതവർ വരും എന്ന് പറഞ്ഞ് ഇരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദിവസം എനിക്ക് സാംസങ്ങിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു വിളി വന്നു. അവിടെ ഒരു ട്രാപ്പ് എന്താണെന്ന് വെച്ചാൽ, ഹെഡ് ഓഫീസിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാർ നമ്മളോട് സംസാരിക്കുന്നത് ഹിന്ദിയിലാണ്. അതായത് നമ്മൾ മലയാളിയാണ്, കേരളമാണ്, നമ്മൾ വെച്ചിരിക്കുന്ന കേരള അഡ്രസ്സും കാര്യങ്ങളെല്ലാം ആണ്, പക്ഷേ അവർ വിളിക്കുമ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് ഒരു ഹിന്ദിയിൽ സംസാരിക്കും. അപ്പോൾ ഓൾറെഡി എൻ്റെ ഇതിനകത്തൊരു 60% മലയാളികൾക്ക് ഇപ്പോഴും ഹിന്ദി മര്യാദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല, എനിക്കും അറിയില്ല. അപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന സമയത്ത് ഓൾറെഡി ഞാൻ ഇതേപോലെ സൗത്ത് ഇന്ത്യൻ ആണ്, കേരളനാണ് വിളിക്കുന്നത്, നിങ്ങൾ എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ഓക്കെ എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കാം. അപ്പോൾ ഞാൻ PG വരെ പഠിച്ചിട്ടുണ്ട്, എന്നിരുന്നാൽ തന്നെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല. എന്നിരുന്നാൽ തന്നെയും എനിക്കൊരു രോഷം ഉണ്ടായിരുന്നു. എന്താണ് ഇവന്മാർ ഇത്രയും നാളെ നമ്മളേറ്റവും ഏകദേശം 2 മാസത്തോളമായി ഞാൻ എൻ്റെ പുറകെ ഇങ്ങനെ മെനക്കെട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇവന്മാർ വിളിച്ച സമയത്ത് എനിക്ക് നല്ല രോഷം ഉണ്ടായിരുന്നു. ഇവന്മാർ ഇനി എങ്ങനെ പറഞ്ഞാലും ഞാൻ ഇതിനോട് തിരിച്ച് പ്രതികരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ നല്ല അത്യാവശ്യം പ്രിപ്പയർഡായിട്ടാണ് ഞാൻ ഇരിക്കുകയായിരുന്നു. ഇവന്മാർ വിളിച്ച ഉടനെ ഇവന്മാർ സംസാരിച്ച് വന്നിട്ട് എന്നെ വിളിച്ചത്, ഒരു പേര് ഞാൻ മറന്നു, ആൾ പേര് ഞാൻ മറന്നു, കമ്പനി റെപ്രസെൻറ്റ് ചെയ്ത് ഏതൊരു ഹെഡിനാണ് വിളിച്ചത്. ഓക്കെ. എന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് അവനിങ്ങനെ പറഞ്ഞിട്ട് മെല്ലെ കൊണ്ടുവന്ന ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞു കൊണ്ടുവന്നത്. അതായത് കാലാവധി കഴിഞ്ഞതുകൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കാശ് കൊടുത്ത് മാറണം എന്ന ഒരു ട്രാക്കിലേക്കാണ് അവനിത് കൊണ്ടുപോകുന്നത്. ഞാൻ ശരിക്കും അങ്ങ് പറഞ്ഞു, ശരിക്കും പറഞ്ഞ ആ സമയത്ത് എൻ്റെ പിടിവിട്ട് പോയി. ഞാൻ നല്ലപോലെ അവനെ ശരിക്കും പറഞ്ഞാൽ ഭീഷണിപ്പെടുത്താൻ സംസാരിച്ചു. പറഞ്ഞാൽ എൻ്റെ പരിപാടി നടക്കില്ല, ഇത് കാലാവധി കഴിഞ്ഞൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഇത് അപ്ഡേഷൻ നിങ്ങളുടെ കമ്പനി എന്തിനാണ് അപ്ഡേഷൻ ചെയ്യേണ്ടി തന്നെയാണ്, ആ ഒരു അപ്ഡേഷൻ മാത്രം, ആ അപ്ഡേഷൻ ചെയ്തെന്നുള്ള കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇത് എൻ്റെ കയ്യിൽ നിന്ന് മര്യാദയ്ക്ക് തറയിൽ പോലും ഇതിനുള്ള ഫോണല്ല, പണി നടക്കില്ല, ഞാൻ ഉറപ്പിച്ചാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ പറഞ്ഞു ഓക്കെ ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനം. അപ്പോൾ അവന് മനസ്സിലായി എന്നോട് ആ രീതിയിൽ സംസാരിച്ചാൽ ഞാൻ ഒരിക്കലും ആ ട്രാക്കിലേക്ക് വരാത്ത ഒരാളാണ് അവന് മനസ്സിലായി. അങ്ങനെ അവൻ എന്ത് ചെയ്തു, ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ ഇവർ വീണ്ടും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ മാറിത്തരാൻ ഇതായിട്ടുണ്ട്, ഇതാണ് ഞങ്ങളുടെ കമ്പനി ഉത്തരവ് ഇതായിട്ടുണ്ട്, ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് തന്നെ മാറിത്തരുന്നതായിരിക്കും, സർവീസ് കസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 3 ദിവസത്തിനകം അവർ എന്നെ വീണ്ടും വിളിച്ചു. ഞാൻ എവിടെയാണോ ഈ കംപ്ലയിൻറ്റ് കൊണ്ട് രജിസ്റ്റർ ചെയ്തത്, അതായത് ഞാൻ ആദ്യം ഒരു മലപ്പുറത്തൊരു ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലായിരുന്നല്ലോ സമീപിച്ചത്, അവിടെ കൊണ്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കറക്റ്റ് 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഈ മലപ്പുറത്ത് സർവീസിൽ ചെന്നപ്പോൾ അവർക്ക് ഇതേപോലെ വന്നിട്ടുണ്ട്, എൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ രജിസ്റ്റർ ചെയ്ത പ്രകാരം അവരുടെ ഹെഡ് ഓഫീസിലേക്ക് ഇവർക്ക് ലീഗൽ നോട്ടീസ് അയച്ച പ്രകാരവും അത് ഫ്രീ ആയി മാറാനുള്ള എല്ലാ പരിപാടികളും ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏകദേശം ഒരു 1 എടുത്ത് എനിക്ക് ഫോൺ ഫ്രീ ആയി തന്നെ മാറി കിട്ടി. പിന്നെ ഒരു കാര്യം, എനിക്ക് ഇതിനകത്ത് ചിലവ് വന്നിട്ടുണ്ട്. ചിലവെന്ന് പറഞ്ഞാൽ ലീഗൽ നോട്ടീസ് അയക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് ഞാനൊരു 2000 രൂപയാണ് എനിക്ക് ചിലവ് വന്നത്. പക്ഷേ ഞാൻ സ്വന്തമായി എൻ്റെ കയ്യിൽ നിന്നും ഈ ഫോൺ ഡിസ്പ്ലേ മാറുകയാണെങ്കിൽ ഏകദേശം ഒരു 8000-9000 രൂപയോളം വരും. അല്ല ഇനി ഞാൻ ഈ കമ്പനി തന്നൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അതിലേക്കൊക്കെ വിളിച്ചിട്ടാണ്, അങ്ങനെ വിളിച്ചാൽ നമുക്ക് ഇവരെ വിളിച്ച് തുടരെ വിളിച്ച് തെറി വിളിച്ചിട്ടൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും, മര്യാദയ്ക്ക് സംസാരിച്ചവരെ മാറി തരില്ല. പക്ഷെ അങ്ങനെ മാറാൻ ശ്രമിച്ചാൽ പോലും മാസങ്ങളോളം എടുക്കും. മാത്രമല്ല ഈ കമ്പനിയെ തരുന്നൊരു നമ്പറിൽ നിന്ന് വിളിച്ചാൽ ഒരു കാലത്ത് നമുക്കത് കണക്റ്റ് ആവില്ല. അപ്പോൾ അങ്ങനെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ, എനിക്കിപ്പോഴും മനസ്സിലാത്ത കാര്യം, ഞാൻ ഓതറൈസ്ഡ് സർവീസിൽ ചെന്ന സമയത്ത് അവിടുത്തെ മാനേജർ, അവിടുത്തെ സ്റ്റാഫ് എന്നോട് പറഞ്ഞ രീതിയാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റുന്ന പ്രശ്നമല്ല, നിങ്ങൾ
ഇങ്ങനെ സമീപിക്കുന്ന സമയത്ത് ഇതിൻ്റെ വാറണ്ടി കഴിഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. കാരണം ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ രീതിയിൽ വരെ എനിക്കിത് മാറി കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു നടപടി നടക്കില്ല. കാരണം നമ്മുടെ മാത്രമുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമുക്കറിയാലോ അപ്ഡേഷൻ ചെയ്യുമ്പോൾ വരുമെന്നുള്ള നമ്മുടെ കുറ്റമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവന്മാരുടെ കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അമ്മമാർക്ക് പറയാൻ യാതൊരു അധികാരമില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ എന്ത് അധികാരമുള്ളത്? കാരണം അങ്ങനെ മാറി തരാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല. അങ്ങനെ നമുക്ക് കൺസ്യൂമർ റൈറ്റ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ ഇത് ഈസിയായിട്ട് നമുക്ക് എന്താണ് പേടിച്ചു വയ്ക്കുക. അത് നമുക്കിത് മാറി കിട്ടാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് എടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ സർവീസ് സെൻ്ററിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് 90% നെഗറ്റീവ് തന്നെ ആയിരിക്കും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ കോൺടാക്ട് ചെയ്ത അഡ്വക്കേറ്റ് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെച്ചാൽ അദ്ദേഹം എനിക്ക് വളരെ നല്ല രീതിയിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അദ്ദേഹം വളരെ മാന്യമായിട്ടെല്ലാം പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ധാരണ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത്, ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായി. ആസ് എ കൺസ്യൂമർ നമ്മുടെ പവറിനെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായി. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ നിങ്ങൾ അത്യാവശ്യം ഫൈറ്റ് ചെയ്യുന്നത് ശ്രമിക്കുക. ഒരു 2 മാസ കാലയളവാണ് എനിക്കെടുത്തത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകളിൽ ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഇടാം. ആ ന്യൂസിനകത്ത് 2 വർഷം എന്നാണ് പറഞ്ഞത്. അവർക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. ഓക്കെ, അത് ഞാൻ തിരുത്തി തരാം. അത് അവർക്ക് എന്താ മിസ്റ്റേക്ക് പറ്റി അവരെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പറ്റിപ്പോയതാണ്. അത് ഞാൻ തിരുത്താം. ഓക്കെ, അത് ഞാൻ തിരുത്തിയതാണ്. അവർക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. ഓക്കെ, അതുപോലെ തന്നെ 2 മാസമാണ് എനിക്ക് സമയം എടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ അഡ്വക്കേറ്റിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നമ്പറും ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് സംഭവിച്ച ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് ഞാൻ ഒരു ചെറിയ വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് പോലെ ഞാൻ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഈ വീഡിയോ കണ്ടാലും മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനൊരു പ്രശ്നമൊക്കെ ഉണ്ടായാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഭാഗത്തല്ല, നിങ്ങളുടെ അതിന് താഴെ പോലും വീണിട്ടല്ല എനിക്ക് സംഭവിച്ചെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. അവർക്കൊന്നും അങ്ങനെ പറയാനുള്ള യാതൊരു അധികാരമില്ല. അവർ നിങ്ങളെ സ്കാം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു രീതിയിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത്. മോശമായിട്ടൊന്നും സംസാരിക്കരുത്. തെറി സംസാരിച്ചാലും കുഴപ്പമില്ലാതെ ഞാൻ പറയുള്ളൂ. കാരണം കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്ഷമയില്ലാത്ത മനുഷ്യനാണ് തെറി വിളിച്ച് പോകും. പക്ഷേ തെറി വിളിക്കണമെന്ന് ഞാൻ പറയില്ല. എന്നിരുന്നാൽ പോലും ഞാനൊരു പിടിയോ ഇട്ടപ്പോൾ ഞാൻ ഓതറൈസ്ഡ് സർവീസിൽ അത്യാവശ്യം ഒച്ചപ്പാടും ബഹളമൊക്കെ ആക്കി മനുഷ്യനാണ് സംഭവിച്ചു പോയി. എന്നിരുന്നാലും പിന്നെ അവരെന്നെ കുറേ തെറ്റായ രീതിയിലൊക്കെ ഗൈഡ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ അതൊക്കെ അനുസരിച്ച് പോയിരുന്നെങ്കിൽ 2 കൊല്ലം ഇതിൻ്റെ പുറകെ നടന്നാലും കിട്ടാൻ പോകുന്നില്ലായിരുന്നു. അപ്പോൾ എന്നിരുന്നാലും ഇത് നിങ്ങളൊരു അഡ്വൈസ് വീഡിയോ ആയിട്ട് എടുത്തിട്ട് നോക്കുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഇടയിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞങ്ങൾ റിപ്ലൈ ചെയ്തു തരാം. ഓക്കെ, അതേപോലെ അഡ്വക്കേറ്റ് അജ്മലിൻ്റെ നമ്പർ ഞാൻ തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് 2000 റുപ്പീസാണ് എനിക്ക് ഇതിന് ചിലവ് വന്നത് ലീഗൽ നോട്ടീസ് അയക്കാനായിട്ട്. വേറെ സർവീസ് കോസ്റ്റ് യാതൊന്നും ആയിട്ടില്ല. ഓക്കെ, എൻ്റെ ഫോണിൽ പറഞ്ഞ പോലെ വാങ്ങിച്ചിട്ട് 3 വർഷത്തോളമായി. ഈ വാറണ്ടി കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പിന്നെ ഇവർ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ മോഡൽ ഇവർ പറയുന്നുണ്ടല്ലോ, സാംസങ് S23 അങ്ങനെ ഒരു മോഡൽ മാത്രം മാറി കൊടുക്കുക. എൻ്റെ ഫോൺ ആ മോഡലും അല്ല. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഇത് ബാധകമല്ല. ഞാൻ പ്രത്യേകം പറഞ്ഞ് ഇവർ ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഇതിന് ബാധകമല്ല. വാറണ്ടി കഴിഞ്ഞു എന്നുള്ളതും ബാധകമല്ല. ഒരു പർട്ടിക്കുലർ മോഡലിൽ മാത്രമേ മാറിക്കൊടുക്കൂ എന്ന് പറഞ്ഞൊക്കെ വെറുതെ പറഞ്ഞാണ്. നമ്മൾ കാശ് കൊടുത്ത് മാറാൻ വേണ്ടി ഇവർ വെറുതെ ഇട്ട് നോക്കുന്ന ഒരു നമ്പർ മാത്രമാണ്. അതിലാരും വീണ് പോകാതെ ഇരിക്കുക. താങ്ക് യു.